പാലക്കാട് തത്തമംഗലത്ത് സ്കൂളിൽ സ്ഥാപിച്ച ക്രിസ്മസ് പുൽക്കൂട് തകർത്ത സംഭവത്തിൽ അവിടെ മന്ത്രി കൃഷ്ണൻകുട്ടി സന്ദർശനം നടത്തുകയാണ്. GB UP സ്കൂളിൽ ക്രിസ്മസ് ആഘോഷത്തിന്റെ ഭാഗമായി പുൽക്കൂട് സ്ഥാപിച്ചതായിരുന്നു. ഇന്ന് സ്കൂളിലെത്തിയ അധ്യാപകരാണ് പുൽക്കൂട് തകർത്ത നിലയിൽ കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസം VHP പ്രവർത്തകർ സ്കൂളിലെ ക്രിസ്മസ് ആഘോഷങ്ങൾ തടഞ്ഞതിന് പിന്നാലെയാണ് പാലക്കാട് നിന്ന് തന്നെ രണ്ടാമത്തെ സംഭവം ഉണ്ടായിരിക്കുന്നത്. അഷ്കർ അലി കരിമയുടെ വിവരങ്ങളുമായി. അഷ്കർ, ഇപ്പോൾ മന്ത്രി സ്കൂളിൽ സന്ദർശനം നടത്തുന്നു. എന്താണ് മന്ത്രി പറയുന്നത്? ഒരു ബോധപൂർവം ചെയ്ത ഒരു പ്രവൃത്തിയാണ്. വർഗീയമുണ്ടാക്കി ജനങ്ങളെ വർഗീയത്തിൻ്റെ പേരിൽ കൂട്ടുപിടിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ്. ഹലോ, ഞാൻ വിളിച്ചത് ഞാൻ ഈ ചിറ്റൂരിൽ 2 സ്ഥലത്ത് ഈ പുലിക്കൂടുകൾ നമ്മുടെ ക്രിസ്മസ് ഒരു ആഘോഷത്തിനെയൊക്കെ തകർത്തിട്ടുണ്ട്. മിലിഞ്ഞാന്നൊന്ന് തകർത്തു, ഇന്നലെ ഒന്ന് തകർത്തു. ഒന്ന് സ്ട്രോങ് ആയിട്ടൊരു ടീമിനെ ഏർപ്പെടുത്തിയില്ല. എന്താ പറയുക, ഇത് വളരെ ബോധപൂർവം പ്ലാൻ ചെയ്യാണ് തോന്നുന്നു. ശരി ശരി CM ആയിട്ട് സംസാരിച്ചതാണ്. അപ്പോൾ അത് വളരെ ശക്തമായ ഒരു സ്പെഷ്യൽ ടീമിനെ ഇപ്പോൾ ഏർപ്പെടുത്താനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. ഇവിടെ SP ആയിട്ട് സംസാരിച്ചു. സ്പെഷ്യൽ ടീമിന് വന്ന് ഇതിൻ്റെ വേര് കണ്ടുപിടിക്കണം. എന്താ വെച്ചാൽ ഇത് വളരെ ബോധപൂർവം ചെയ്യുന്ന ഒരു ഏർപ്പാടാണ്. ഒരു വികാരം ഉണ്ടാക്കി അങ്ങനെ ജനങ്ങളെ കൂടെ നിർത്താൻ അങ്ങനെ ഒരു ഇതാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ ഇതിനെതിരായി നമ്മളെല്ലാവരും കൂടി ശക്തമായി ഒന്നിച്ച് നിൽക്കണം എന്നാണ് എനിക്ക് അഭിപ്രായം. പള്ളിയിലുണ്ടായതിന് സമാനമായിട്ടാണ് ഇതിനെ കാണുന്നത്. സമാനമായിട്ട് തന്നെ അതേ ഗ്രൂപ്പായിരിക്കും ഇതിൻ്റെ പിന്നിൽ എന്ന് തന്നെയാണ് തോന്നുന്നത്. പ്രവൃത്തി കണ്ടാൽ അറിയാലോ. അല്ലാണ്ട് ഇത് എത്ര വളരെ സന്തോഷത്തോടുകൂടി എല്ലാ മതക്കാരും കൂടി ആഘോഷിക്കുന്നൊരിതല്ലേ. ഇവിടെ ഓണത്തിനും വിഷുവിനും മറ്റേ പെരുന്നാളിനും ഒക്കെ ഒന്നിച്ച് ജീവിക്കുന്നവരല്ലേ. അവർ ഈ സംഭവം ഉണ്ടാക്കുന്നത് വളരെ ബോധപൂർവം ചെയ്തിരിക്കുന്ന ഒരു ഏർപ്പാടാണെന്ന് എനിക്ക് തോന്നുന്നു. ഈ പ്രത്യേക സംഘത്തെ വെച്ച് അന്വേഷിക്കുമെന്നാണോ? അതെ, പ്രത്യേക സംഘത്തിനെ അന്വേഷിക്കും. രണ്ടും രണ്ടും കൂടി തന്നെ അവർ പ്രത്യേക സംഘത്തിനെ വെച്ച് ഈ പ്രശ്നത്തിന് അന്വേഷിക്കും. ഞാൻ SP ആയിട്ട് സംസാരിച്ചു. മുഖ്യമന്ത്രിയായിട്ട് സംസാരിച്ചു. അതിന് എന്താ മറുപടി? ശക്തമായിട്ട് നടപടി എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ശക്തമായ നടപടി എടുക്കും. ഒരു നിങ്ങളുടെ ഒരു സഹായം വേണം കേട്ടോ. ഞങ്ങളുടെ സഹായം, പിന്നെ നമ്മളെ കുറ്റം പറയും. ആദ്യം സഹായം അതല്ല, ഈ സംഭവങ്ങളുടെ വേര് എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ നിങ്ങളും കൂടി സഹായിക്കണം എന്നാണ് എനിക്ക് പറയുന്നത്. ആണവ നിലയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ചർച്ച നടക്കുന്നുണ്ട്. ഇപ്പൊ ഇന്നലെ ഊർജ്ജമന്ത്രി ഇതുമായിട്ട് ബന്ധപ്പെട്ടല്ല, എന്നാലും അതിപ്പോ വേണം അതല്ല, അത് ഇവിടെ അല്ല. ഞങ്ങൾ തോറിയുള്ളത് പുറത്തുനിന്നുള്ള ആണവ നിലയത്തിൽ കൊണ്ടുപോയി മറ്റേ പ്രോസസ്സ് ചെയ്തിട്ട് അവിടെ ഉണ്ടാക്കിയ ഇലക്ട്രിസിറ്റി ഇവിടെ മേടിക്കലുണ്ട്. ഇവിടെ ഉണ്ടാക്കാനുള്ള പ്രപ്പോസലേ പറഞ്ഞിട്ടില്ല. അത് പൊതു ചർച്ച വന്ന് നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതത്തോടുകൂടിയേ ചെയ്യുള്ളൂ. എല്ലാവരുടെയും സമ്മതത്തോട് ഒരു പൊതു അഭിപ്രായം ഉണ്ടാക്കിയ ശേഷം നമുക്ക് തോറിയത്തിൽ അണുശക്തിയല്ല തോറിയം, രണ്ട് വ്യത്യാസമുണ്ട്. അണുശക്തിയിൽ വേസ്റ്റ് വരാം, പരിസ്ഥിതിക്ക് കോട്ടം വരും. അതൊന്നും വരില്ല. ഇത് ഏകദേശം വളരെ ചീപ്പായിട്ട് ഉണ്ടാക്കാൻ 200 കൊല്ലത്തേക്കുള്ള ഇലക്ട്രിസിറ്റി ഉണ്ടാക്കേണ്ട തോറിയം നമ്മളുടെ ഉണ്ട്. കേരളത്തിനകത്ത് ഇത് പ്രോസസ്സ് ചെയ്യുന്നത് അതിവിടെയല്ല. അതിവിടെ എടുക്കില്ല അധികം. ഇവിടെ എന്താ വെച്ചാൽ തൊടാൻ പോയാൽ നിങ്ങൾ തന്നെ കുഴപ്പമുണ്ടാക്കുമല്ലോ. അപ്പോൾ അതിന് അല്ല, എല്ലാവരെയും ആരും ഒരാളിനെയും വിഷമിപ്പിച്ചിട്ട് എടുക്കണമെന്നില്ല. പക്ഷെ നമുക്ക് ഇലക്ട്രിസിറ്റി വേണ്ടേ? ഇറിഗേഷനിൽ 3000 TMC വെള്ളമുണ്ട്. നമ്മൾ 300 TMC ഉപയോഗിക്കുന്നുള്ളൂ. അവിടെ ഒരു പ്രോജക്റ്റ് വരാൻ സമ്മതിക്കില്ല. പിന്നെ ഇവിടെ നിന്ന് എല്ലാം മേടിച്ച് ചെയ്യുമ്പോൾ ₹1 വില കയറിയാൽ അതിന് വേറെ വിഷമം. ഈ സമയത്താണ് നമ്മൾ അതിരപ്പള്ളിയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. അത് വിവാദം ഉണ്ടാക്കി വിടുക എന്നുള്ളതാണല്ലോ നിങ്ങളുടെ പണി. അത് ഞങ്ങൾ വിവാദത്തിന്
സ്മൃതി, ഇപ്പോൾ മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞതനുസരിച്ച് നല്ലേപ്പള്ളിയിലെയും അതുപോലെ തന്നെ തത്തമംഗലത്തെയും രണ്ട് വിഷയങ്ങളും ഒരുമിച്ച് ഒരു പ്രത്യേക അന്വേഷണ സംഘം തന്നെ അന്വേഷിക്കുമെന്നുമാണ്. ഇതിനെ പാലക്കാട് ജില്ലാ പോലീസ് മേധാവി ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുമെന്നാണ് ഇപ്പോൾ മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ മന്ത്രി പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇത് അത്ര ബോധപൂർവമായ ശ്രമമാണ് ഇതിൻ്റെ പിന്നിലുണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. നല്ലേപ്പള്ളിയിലെ പോലെ തന്നെ സമാനമായിട്ടുള്ള സംഭവമായിട്ടാണ് തത്തമംഗലത്തെയും കാണുന്നത്. അതിന് പിന്നിൽ ബോധപൂർവം തന്നെയുള്ള ഒരു പ്രവർത്തനമാണ് ഇത്തരത്തിൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. അത് ഒരേ ഗ്രൂപ്പ് തന്നെയാണ് ഇതിൻ്റെ പിന്നിലും എന്നുള്ളതാണ് ഇപ്പോൾ മന്ത്രി പറഞ്ഞു വെക്കുന്നത്. ഒരേ ഗ്രൂപ്പ് തന്നെ ആയിരിക്കാം ഇതിൻ്റെ പിന്നിലും, അതല്ലാതെ മറ്റാർക്കും ഉണ്ടാവില്ല. ഇവിടുത്തെ സാമുദായിക അന്തരീക്ഷം തകർക്കാൻ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവൃത്തി തന്നെയാണ് ഇത് എന്നുള്ളതാണ് ഇപ്പോൾ മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. സ്വാഭാവികമായും നേരത്തെ തന്നെ ഇതിന് പിന്നിൽ ആര് എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു. ആ ചോദ്യത്തിനുള്ള ഉത്തരമായിട്ടാണ് ഇപ്പോൾ മന്ത്രി ഈ വിഷയത്തിലൊരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. എന്തായാലും പാലക്കാട് ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ പ്രത്യേക പോലീസ് സംഘത്തെ, അന്വേഷണ സംഘത്തെ തന്നെ ഈ നല്ലേപ്പള്ളിയിലെ വിഷയം അതുപോലെ തന്നെ തത്തമംഗലം സ്കൂളിലെ വിഷയവും രണ്ടും അന്വേഷിക്കാൻ വേണ്ടി ഇപ്പോൾ നിയോഗിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. മാധ്യമങ്ങൾക്ക് മുമ്പിൽ വെച്ച് തന്നെ മുഖ്യമന്ത്രിയുമായിട്ടും കെ കൃഷ്ണൻകുട്ടി സംസാരിച്ചിരുന്നു. മന്ത്രി പറഞ്ഞത് മുഖ്യമന്ത്രി വേണ്ട നടപടികൾ, ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകി എന്നതാണ് ഇപ്പോൾ മന്ത്രി പ്രതികരിക്കുകയും ചെയ്തത്. തികച്ചും ദാരുണമായൊരു സംഭവം തന്നെയായിരുന്നു ഈ തത്തമംഗലം സ്കൂളിൽ ഉണ്ടായത്. ഇന്ന് രാവിലെ നമ്മളാണ് ആ വിവരം ആദ്യം ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നതും. സ്കൂളിൻ്റെ അകത്ത് ഗ്രില്ലിനകത്ത് സുരക്ഷിതമായി വെച്ചിരുന്ന പുൽക്കൂടാണ് ഇത്തരത്തിൽ സമൂഹദ്രോഹികൾ തകർത്തത്. വിദ്യാർത്ഥികൾക്ക് വീണ്ടും സ്കൂൾ തുറന്ന് എത്തുമ്പോൾ വീണ്ടും അവർക്ക് കാണുന്നതിന് വേണ്ടി തയ്യാറാക്കി വെച്ച പുൽക്കൂടാണ് ഇത്തരത്തിൽ തകർക്കുന്നത്. തുടർച്ചയായും പാലക്കാട് രണ്ട് സംഭവങ്ങൾ ക്രിസ്മസ് ആഘോഷവുമായി ബന്ധപ്പെട്ട് സ്കൂളുകളിൽ ഉണ്ടായതോടെ അത് വലിയ വിവാദമായി മാറുകയും ചെയ്തിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ജില്ലയുടെ ചുമതല കൂടിയുള്ള മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഇവിടെ എത്തി ഇത്തരത്തിൽ സന്ദർശനം നടത്തിയത്. അദ്ദേഹം കൃത്യമായി അതിൽ അന്വേഷണ സംഘത്തെ ആവശ്യപ്പെട്ടുകൊണ്ട് ജില്ലാ പോലീസ് മേധാവിയുമായി സംസാരിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു തീരുമാനമെടുക്കുകയും ചെയ്തു. അതിൻ്റെ കൂടി ഇത്തരത്തിൽ അപ്പോൾ പുതിയ അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരിക്കുന്നത്. സ്മൃതി, നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്ന ഈ തെങ്ങിൻ്റെ പട്ട ഉപയോഗിച്ചുകൊണ്ടാണ്, അതിൻ്റെ മടൽ ഉപയോഗിച്ചുകൊണ്ടാണ് ഗ്രില്ലിൻ്റെ അകത്ത് സ്ഥാപിച്ചിരുന്ന പുൽക്കൂട് ഇത്തരത്തിൽ വലിച്ച് പുറത്തേക്കിട്ട് അതും അതിനോടൊപ്പമുള്ള ക്രിസ്മസ് ട്രീയൊക്കെ നശിപ്പിച്ച് അത്രയും ഭദ്രമായി പൂട്ടി ഗ്രില്ലിൽ താഴിട്ട് പൂട്ടി വെച്ചിരുന്ന ഇവരുടെ ആഘോഷത്തെയാണ് ഇത്തരത്തിൽ വിദ്യാർത്ഥികളുടെ ആഘോഷത്തെയും സന്തോഷത്തെയുമാണ് ഇത്തരത്തിൽ സാമൂഹിക തകർത്തത്. അതുകൊണ്ട് തന്നെ ഗുരുതരമായ വിഷയം തന്നെയാണ് അഷ്കർ. അതുകൊണ്ടാണ് പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കും എന്നുള്ള കാര്യം ഇപ്പോൾ മന്ത്രി വ്യക്തമാക്കുന്നത്. മുഖ്യമന്ത്രി അതിൽ നിർദ്ദേശം നൽകി കഴിഞ്ഞിരിക്കുന്നു എന്ന കാര്യമാണ് ഇപ്പോൾ മന്ത്രി കൃഷ്ണൻകുട്ടി തന്നെ അവിടെ സ്ഥലത്തെത്തിയ ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്.